അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വ്യാഴൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദശാകാലങ്ങൾ പ്രായേണ ദോഷപ്രദമാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ജാതകവശാൽ ഇവർക്ക് ഈ ദശാകാലം അനുകൂലമായേക്കാനും സാധ്യതയുണ്ട്. അവിട്ടം, മകയിരം, ചിത്ര ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനങ്ങളും പൂജാതി കാര്യങ്ങളും നടത്തുന്നത് ഉത്തമമാണ്. നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നതും ഗുണം ചെയ്യും. ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കാം. ഇനി യുഗ്മരാശിയിലാണ് നിൽക്കുന്നതെങ്കിലോ ഭദ്രകാളിയെയും പ്രാർത്ഥിക്കാവുന്നതാണ്. അവിട്ടം നക്ഷത്രവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി ഈ കർമ്മങ്ങളെല്ലാം തന്നെ അനുഷ്ഠിക്കാം. രാശിയുടെ അധിപനായിരിക്കുന്ന ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായിരിക്കുന്ന ശനീശ്വര പൂജ, ശനിയാഴ്ച വ്രതം, അതുപോലെ തന്നെ ശാസ്താഭജനം തുടങ്ങിയ കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ നക്ഷത്രവൃക്ഷം വന്യയാണ്. വരണ്ട കാലാവസ്ഥയിലും ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിൽ പോലും സമൃദ്ധമായി വളരുന്നൊരു വൃക്ഷമാണ് വന്നി. മണ്ണിലെ നൈട്രജൻ ഉണ്ടാകുവാൻ സഹായിക്കുന്ന ഈ വൃക്ഷം 6.5 മീറ്റർ വരെ ഉയരം വയ്ക്കും. വരൾച്ചയെ നേരിടാനുള്ളതായിരിക്കുന്ന ഈ മരത്തിൻ്റെ കഴിവ് ബോധ്യപ്പെട്ട സൗദി ഭരണകൂടം 2000 ഹെക്ടറോളം സ്ഥലത്ത് ഈ വൃക്ഷം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിട്ടം തവിട്ടിലും മുളയ്ക്കും എന്നെല്ലാം തന്നെ പറയുന്നതിൻ്റെ ഒരു സാരം ഈ വന്യ നക്ഷത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ തങ്ങളുടെ നക്ഷത്രവൃക്ഷമായിരിക്കുന്ന വന്നി വൃക്ഷത്തിന് യാതൊരു കാരണവശാലും മുറിക്കുവാൻ പാടില്ല. കഴിയുമെങ്കിൽ ഇതിനെ നട്ടുവളർത്തി സംരക്ഷിക്കുന്നത് ആയുസ്സിന് ഗുണകരവുമാണ്.